ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതീ നമഃ. നമസ്കാരം പ്രിയരെ, ലളിതം സാഹസ്രകത്തിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 3-ാം അധ്യായത്തിലെ ആദ്യ ശ്ലോകത്തോടുകൂടെ നമ്മുടെ രാമായണം ആരംഭിക്കാം. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. അധ ശ്രീമദ് ഭഗവത്ഗീതായാ കർമ്മയോഗോ നാമ്നേ തൃതീയോധ്യായേ പ്രഥമശ്ലോകഃ. അർജുനോവാച ജ്യായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർജനാർദന തത്കിം കർമ്മണി ഘോരേ മാം നിയോജയസി കേശവ. അർജുനൻ പറഞ്ഞു, അല്ലയോ ജനാർദന, കർമ്മത്തെ അപേക്ഷിച്ച് കർമ്മയോഗമാണ് ശ്രേഷ്ഠമെന്ന് അങ്ങ് പറഞ്ഞുവല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് ഘോരമായ ഈ കർമ്മത്തിൽ എന്നെ നിയോഗിക്കുന്നത്? അല്ലയോ കേശവ, ദയവ് ചെയ്ത് പറഞ്ഞാലും. നാമത്തിലേക്ക് വരാം. നാമം 515. പഞ്ചവക്ത്ര. 5 വക്ത്രങ്ങളുള്ളത് ഏതൊരു ശക്തിക്കാണോ ആ ശക്തിയെ പഞ്ചവക്ത്ര എന്ന് വിശേഷിപ്പിക്കാം. പഞ്ച എന്നാൽ അർത്ഥം മുമ്പേ പറഞ്ഞിരുന്നു. വ്യാപിച്ച് കിടക്കുക, ഒരളവ് എന്നൊക്കെ അർത്ഥങ്ങളുണ്ട്. 5 എന്ന അക്കത്തിന് പുറമെ ആരംഭങ്ങളിൽ നിന്ന് വ്യാപിച്ച് കിടക്കുന്നവളാണ് നാം ആരാധിക്കുന്ന ദേവി. 5 മുഖങ്ങളാണ് അവൾക്ക്. 5നെയും ഉൾക്കൊള്ളുന്നവളാണ് അവൾ. അങ്ങനെയൊക്കെ നിരവധി അർത്ഥങ്ങളെ വിഭാവനം ചെയ്യാം. കഴിഞ്ഞ നാമത്തിനനുബന്ധമായിട്ട് നോക്കുമ്പോൾ എന്തായിരുന്നു കഴിഞ്ഞ നാമം? മൂലാധാരാംബുജാരൂഢ അല്ലേ? അപ്പോൾ ഏത് ഉന്നതിയിലും നിലമറക്കാത്ത ശക്തി തൻ്റെ ആരംഭത്തിൽ നിന്ന് വ്യാപിച്ച് കിടക്കുന്നത് 5 ഇന്ദ്രിയങ്ങളിലൂടെയാണ് എന്ന് പറയാം. പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഒരു വ്യക്തി തൻ്റെ ആധാരത്തെ അറിയുകയും നിലനിർത്തുകയും പരിപോഷിപ്പിക്കുകയുമൊക്കെ ചെയ്യുന്നത്. ഒരു കണക്കിന് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യണമെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളുടെ യുക്തമായ വിനിയോഗം ആവശ്യമാണ്. അങ്ങനെയുള്ള പഞ്ചേന്ദ്രിയങ്ങൾ ഉള്ളവൾ എന്നൊരർത്ഥമാണ് അപ്പോൾ ഇതിനുള്ളത്. ഇങ്ങനെയുള്ള ഈ പഞ്ചവക്ത്ര എവിടെയാണ് കർമ്മസ്ഥാനം സ്വീകരിച്ചിട്ടുള്ളത് എന്ന് അടുത്ത നാമത്തിൽ പ്രസ്താവിക്കാനുണ്ട്. പൃഥ്വി തത്വത്തോടനുബന്ധമായിട്ടുള്ള അർത്ഥം നോക്കുമ്പോഴും അങ്ങനെ തന്നെയാണ്. ജലം, ഭൂമി, വായു, ആകാശം, അഗ്നി എന്നീ തത്വങ്ങളിൽ ഭൂമിയിലൂടെ അധിഷ്ഠിതയായവളാണ് അവൾ. മൂലാധാരത്തിന് ഈ അധിഷ്ഠാന ഭാവങ്ങൾ അനിവാര്യമാണ്. അല്ലെങ്കിൽ ഈ അധിഷ്ഠാനം അറിയുന്നതാണ് മൂലാധാരം. പഞ്ചമൂലകങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള ശരീരത്തിലൂടെയാണ് വ്യക്തികൾക്ക് ജ്ഞാനം ലഭിക്കുന്നത്. ശ്വേതാശ്വതരോപനിഷത്തിൽ ഈ ശ്ലോകം നോക്കൂ. പഞ്ചശ്രോതോംബും പഞ്ചയോന്യഗ്രവക്രാം പഞ്ചപ്രാണോർമിം പഞ്ചബുദ്ധ്യാദിമൂലാം പഞ്ചാവർത്താം പഞ്ചദുഃഖൗകവേഗാം പഞ്ചാശദ്ഭേദാം പഞ്ചപർവാമധീമാ. പഞ്ചകർമ്മേന്ദ്രിയങ്ങളെ 5 സ്രോതസ്സുകളുള്ള ജലമായിട്ടാണ് ഭാവിച്ചിരിക്കുന്നത്. അവ 5 ഉദ്ഭവസ്ഥാനങ്ങളിലായിട്ട് വക്രതയോടെ ഒഴുകുകയാണ്. അതിൻ്റെ അലകളാവട്ടെ 5 പ്രാണനുകളുമാണ്. 5 ഇന്ദ്രിയങ്ങൾ അതിൻ്റെ ആധാരവും അതിൽ നിന്നുണ്ടാകുന്ന ഇന്ദ്രിയ വിഷയങ്ങൾ ചുഴികളുമാണ്. ഒഴുക്കിൻ്റെ ആവേഗമാകുന്നത് 5 ദുഃഖങ്ങളാണ്. ഈ 5 ദുഃഖങ്ങൾ ഏതൊക്കെയാണെന്നോ? ഗർഭപീഡ, ജീവിതപീഡ, രോഗപീഡ, വാർദ്ധക്യപീഡ, മൃത്യുഭയം. അന്ധഃകരണത്തിലുണ്ടാകുന്ന 50 വൃത്തികളോടെ പഞ്ചവൃത്തികൾ സമ്മേളിച്ച പ്രപഞ്ചത്തിൽ അവ സ്ഥിതി ചെയ്യുകയാണ്. അതാണ് ശ്ലോകാർത്ഥം. ഈ പഞ്ചവൃത്തികൾ എന്ന് പറയുന്നത് സൃഷ്ടിയും സ്ഥിതിയും സംഹാരവും വിഘടനവും തിരോധാനവുമാണ്. സദാശിവൻ്റെ 5 മുഖങ്ങളെ മുമ്പുള്ള നാമങ്ങളിൽ ഒന്നിൽ വിസ്തരിച്ചിരുന്നു ഇല്ലേ? ഇങ്ങനെയുള്ള 5 മുഖങ്ങളാണ് സംസാര ജീവിതത്തിന് നിദാനമാകുന്നത്. 5ൻ്റെ പ്രാധാന്യം വിവരണാതീതമാണ് വേദങ്ങളിൽ. കഥാവക്തത്തിലൂടെ പഞ്ചഭൂതങ്ങളെയും അവയുടെ പ്രാധാന്യത്തെയും അധിഷ്ഠാനപ്പെടുത്തിക്കൊണ്ട് ദേവി വാഗ്ദേവതയായ അരുണയ്ക്ക് ജ്ഞാനോപദേശം നൽകുകയും അവിടെ വച്ച് തൻ്റെ 5 മുഖങ്ങളെ ദർശന വിധേയമാക്കുകയും ചെയ്തു. അരുണാദേവി അപ്പോൾ എന്താ ചെയ്തതെന്നോ? ദേവിയുടെ ആ ഉപദേശങ്ങളെല്ലാം പല പല തകിടുകളിലായിട്ട് ആലേഖനം ചെയ്ത് ഒന്ന് ദേവിക്ക് തന്നെ സമ്മാനിച്ചു.
അരുണയുടെ ഈ കഴിവിൽ സംപ്രീതയായ പരാശക്തി അരുണയ്ക്ക് അനുഗ്രഹം നൽകിയിട്ടാണ് പിന്നീട് കൈലാസത്തിലേക്ക് വിടകൊള്ളുന്നത്. അരുണാദേവി ആലേഖനം ചെയ്ത ആ തകിടുണ്ടല്ലോ പിന്നീട് രാവണൻ സ്വന്തമാക്കി. രാവണൻ്റെ ദിഗ്വിജയത്തിന് ഈ തകിട് ശക്തിയായി നിലകൊണ്ടിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. നാം ഇവിടെ അവസാനിപ്പിക്കാം. നാമത്തിലെ ചിന്ത വളരെ വ്യക്തമാണ്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ, ആ പഞ്ചേന്ദ്രിയങ്ങളെ യുക്തമായിട്ട് വിനിയോഗിക്കുന്നിടത്താവണം നാമത്തിന് വിജയമുണ്ടാവുന്നത്. നമസ്കാര ശബ്ദം. ഓം പഞ്ചവക്ത്രായേ നമഃ. നന്ദി, നമസ്കാരം. സർവം ജഗദംബാർപ്പണമസ്തു. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി.